ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ സീരീസിന്റെ 26ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേർഡ്പ്രസിന്റെ ഡാഷ്ബോർഡാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്വിറ്ററിന്റെ ഒരു ബിസിനസ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു വെച്ചാൽ ട്വിറ്റർ നമ്മൾ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ മെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കമ്പനിയുടെ പേരിൽ, എന്നിട്ട് അതിനെ സ്വിച്ച് ടു ബിസിനസ് അക്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്, ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്വിറ്റർ എന്നുള്ളത് നമ്മുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ട്വിറ്റർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ടു ട്വിറ്റർ എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ കമ്പനിയുടെ ഗൂഗിൾ സൈനപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. കമ്പനിയുടെ മെയിൽ ഐ ഡി ആയതുകൊണ്ട് ജസ്റ്റ് ഗൂഗിൾ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഞാൻ മെയിൽ ഐ ഡി ഉണ്ട് കമ്പനിയുടെ, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യാണ്. കൺഫേം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കും. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ആഫ്റ്റർ നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ഇവിടെ അവർ സജഷൻ തന്നിട്ടുണ്ട് ഒരു യൂസർ നെയിം, അത് മാറ്റിയിട്ട് ഞാൻ ഒരു പ്രോപ്പറായിട്ട് വേറൊരു യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുത്തു. ആഫ്റ്റർ കണ്ടിന്യൂ ചെയ്യും. അപ്പം നമ്മൾ ഇത്ര ഇൻഫർമേഷൻ കൊടുത്തതോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ ആ ഒരു നെയിമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രൊഫൈൽ എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ പ്രൊഫൈൽ നമുക്ക് വരും. ഇതിൽ നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതിനുള്ളിലുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ നമ്മൾ വെബ്സൈറ്റാണ് കൊടുക്കേണ്ടത്. കറൻ്റ് വെബ്സൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെബ്സൈറ്റ് കൊടുക്കുന്നില്ല. ആഫ്റ്റർ ഇതിനെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലോഗോവും അതുപോലെ തന്നെ കവർ പിക്ചറും നമ്മൾ ഇടണം. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ലോഗോവും കവർ പിക്ചറും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് സേവ് ചെയ്തിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഇതൊന്ന് സേവ് ചെയ്യാണ്. ഇനി വീണ്ടും എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതിനെ പ്രൊഫഷണൽ അക്കൗണ്ടായിട്ട് സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമ്മുടെ കാറ്റഗറി നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. കാറ്ററിംഗ് സർവീസ് എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യണം. ഇതിൽ നമുക്ക് ബിസിനസ്സും ക്രിയേറ്ററും രണ്ട് ഓപ്ഷനാണുള്ളത്. നമ്മുടെ കമ്പനി ഇപ്പോൾ ബിസിനസ്സാണ് ചെയ്യുന്നത്. സോ ബിസിനസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഈ ഒരു ട്വിറ്റർ അക്കൗണ്ട് ഒരു ബിസിനസ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്, ഗ്രീൻ ഒലിവ് കാറ്ററിങ്സിൻ്റെ പേരിലായിട്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇംപ്രഷൻ, പ്രൊഫൈൽ വിസിറ്റ്, എൻഗേജ്മെൻറ്റ് റേറ്റ്സ്, ലിങ്ക് ക്ലിക്സ് ഒക്കെ നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് പ്രൊഫഷണൽ അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ വെച്ചാൽ ഇത്രയും ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ ഹോം പേജിലേക്ക് വരിക. ഹോം പേജിൽ നമുക്ക് ഇവിടെ നമുക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾക്ക് മീഡിയയിൽ ഫോട്ടോ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പോസ്റ്റ് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്ഷൻസ് എൻ്റർ ചെയ്യാണ്. ഇവിടെ പ്രോപ്പറായിട്ട് ഞാനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഹാഷ്ടാഗും കൂടെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4ഓളം ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാറ്ററിംഗ് സർവീസ് തൃശ്ശൂർ കാറ്ററിംഗ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനോട് സാമ്യമായിട്ടുള്ള ഹാഷ്ടാഗുകൾ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എവരി വൺ എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. തൊട്ട് താഴെ വരികയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ എവരി വൺ ക്യാൻ റിപ്ലൈ. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. എവരി വൺ ക്യാൻ റിപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ പീപ്പിൾ യു ഫോളോ, നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രം റിപ്ലൈ ചെയ്താൽ മതി എന്നുണ്ട് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർ മാത്രം ഇതിന് റിപ്ലൈ ചെയ്താൽ മതി എന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറൻ്റ് ഇതൊരു ബിസിനസ് ആയത് കാരണം എവരി വൺ എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പീപ്പിൾസിനെ ടാഗ് ചെയ്യാനും അതേപോലെ തന്നെ അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആഫ്റ്റർ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ലൊക്കേഷൻ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൊക്കേഷൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ട് വെച്ചാൽ ഈ പോസ്റ്റിനെ നമുക്ക് ഏത് സമയത്താണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതിൽ പ്രോപ്പറായിട്ട് ഡേറ്റ് ആൻഡ് ടൈം മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ട്വീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ട്വീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഇവിടെ പോയി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ, നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഉണ്ട് പറഞ്ഞാൽ വെച്ചാൽ ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് റിസീവ് ആവുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ വെച്ചാൽ അത് നമുക്ക് ഇവിടെ ഉണ്ട്. വെരിഫൈഡ് അക്കൗണ്ട്സ് ഏതെങ്കിലും നമ്മൾ വരികയാണെന്നുണ്ട് പറഞ്ഞാൽ വെച്ചാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വെരിഫൈഡ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും നമുക്ക് റിസീവ് ആവുന്നുണ്ടാവുക. മെസ്സേജ് എന്നുള്ള ഓപ്ഷനിൽ കഴിഞ്ഞ ശേഷം നമുക്ക്